പണ്ട് പണ്ട് ഈ ലോകത്ത് മനുഷ്യന്മാരെ പോലെ തന്നെ വാമ്പയേഴ്സ്, വിച്ചുകൾ, വെയർവോൾഫുകൾ, ട്രോളുകൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും മനുഷ്യന്മാരെ അടിമകളാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കാലം കഴിയവേ ലോകം വികസിച്ചു വന്നപ്പോൾ അത് നടക്കാതെ വന്നു. ഇവരിൽ കുറച്ചുപേര് മറ്റൊരു ലോകത്തേക്ക് പോയി. കുറച്ചുപേര് നന്നായി മനുഷ്യന്മാരായി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചുപേര് മനുഷ്യന്മാരായി ജീവിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും ഈ ദുഷ്ട മോൺസ്റ്റേഴ്സിനെ വീണ്ടും കൊണ്ടുവരണം എന്നുള്ള ചിന്തയായിരുന്നു. നെക്സ്റ്റ് സീൻ നമ്മുടെ ഈ കാലം കാണിക്കുവാണ്. ടോം എന്ന പയ്യനാണ് നമ്മുടെ കഥയിലെ ഹീറോ. അവനും അച്ഛനും കൂടെ ഇപ്പോൾ ഒരു മാജിക്കൽ സിറ്റിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റിയിലേക്ക് കടക്കുന്നതിന് മുൻപേ 1000 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ, പുള്ളിയാണ് അവിടുത്തെ സെക്യൂരിറ്റി, പുള്ളിയുടെ പേര് ക്വാസിമോട്ടോ എന്നാണ്. പുള്ളിക്കാരനെയൊക്കെ കണ്ട് ഇവരങ്ങനെ ആ ഒരു മാജിക്കൽ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ടോമിന്റെ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ബ്ലഡ് ഫ്രാഗ്മെന്റ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എന്തുമായിട്ട് അടുത്ത് വരുമ്പോഴും അതിനെയൊക്കെ പഴയ കാലത്തേക്ക് തിരിച്ചുകൊണ്ടുപോകും. ഇപ്പോൾ ഒരു സൈക്കിളുകാരന്റെ സൈക്കിള് പണ്ടത്തെ രീതിയിലുള്ളതാക്കി, പോലീസുകാരന്റെ തൊപ്പി പണ്ടത്തെ തൊപ്പി പോലാക്കി. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ടോമിനെ കണ്ടിവർക്ക് എല്ലാവർക്കും അവനൊരു ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ശേഷം ടോമും അച്ഛനും കൂടിയിട്ട് ഈ സിറ്റിയിൽ വാങ്ങിയ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ടാക്സിന്റെ ഒക്കെ കാര്യം പറയാനായിട്ട് ഒരാൾ അവിടേക്ക് കയറി വരികയാണ്. അപ്പോൾ ഈ ടാക്സിന്റെ എമൗണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പൈസ ഇവര് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, മേയറിന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ടോമിന്റെ അച്ഛന്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല. പിറ്റേന്ന് ടോം സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ വോൾഫ് എന്നൊരു പയ്യനെ കുറച്ച് പേര് നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫേ എന്ന് പറയുന്ന പെൺകുട്ടിയും കുറച്ച് ഫ്രണ്ട്സും വന്ന് വോൾഫിനെ രക്ഷിക്കുന്നത് ടോം കാണുകയാണ്. ഇവര് 3 പേരും അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. ശേഷം സ്കൂളിലെ ആദ്യത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഇതൊരു മാജിക്കൽ സ്കൂളാണ്, ഹാരി പോട്ടറിലൊക്കെ പോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പല് ഒരു മന്ത്രം ജപിച്ചപ്പോൾ ആദ്യമായിട്ട് അവിടേക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ അവരുടെ പവേഴ്സ് കിട്ടുന്നുണ്ട്. ടോം ഒരു വാമ്പയർ ആണ്, വോൾഫ് എന്ന് പറയുന്നത് വെയർവോൾഫ് ആണ്, നമ്മുടെ ഫേ ആണെങ്കിൽ ഫെയറീസിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവരൊക്കെ ആദ്യമായിട്ട് പവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ടോമിന്റെ അച്ഛൻ മേയറിനെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇത്രയ്ക്കധികം പൈസയൊന്നുമില്ല ടാക്സുകൾ അടയ്ക്കാനായിട്ട്, അപ്പോൾ ഞാനിത് പതിയെ പതിയെ തന്ന് അടച്ചു തീർത്താൽ മതിയോ എന്നൊക്കെയാണ് ടോമിന്റെ അച്ഛൻ ചോദിക്കുന്നത്. എന്നാൽ അത് കേട്ട മേയറാണെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ തരേണ്ട കാര്യമൊന്നുമില്ല, അതിന് പകരമായിട്ട് നിങ്ങളുടെ മകന്റെ കഴുത്തിൽ ഒരു ലോക്കറ്റില്ലേ, ടോമിനെ നിങ്ങൾക്ക് അറിയോ എന്ന് അച്ഛൻ അന്നേരം ചോദിക്കുന്നുണ്ട്. അതൊക്കെ അറിയാം, അത് ഞാൻ പറയുന്നത് കേൾക്കൂ, ആ ലോക്കറ്റ് നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടോമിന്റെ അച്ഛൻ പറയുന്നത്, ഇല്ല, എൻ്റെ ഭാര്യ അവസാനമായിട്ട് മകന് കൊടുത്തൊരു സമ്മാനമാണ്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് അത് കൈമാറി വരുന്നൊരു സ്വത്താണ്, അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി പോവാണ്. അന്ന് രാത്രിയിൽ ഈ ഒരു മേയറിന്റെ അസിസ്റ്റന്റ് ടോമിന്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ബ്ലഡ് ഫ്രാഗ്മെന്റ് അടിച്ചു മാറ്റിയിട്ട് മേയറിന്റെ കയ്യിൽ കൊടുത്തു. പക്ഷെ അത് അപ്രത്യക്ഷമായി പോവാണ്. കാരണം അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു ബ്ലഡ് ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റല് മാസ്റ്റർ കൊടുക്കുമ്പോൾ മാത്രമാണ് അത് അവിടെ നിലനിൽക്കുള്ളൂ, അല്ലാത്ത പക്ഷം അത് മാസ്റ്ററുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ ടോം തന്നെ മേയറിന്റെ കയ്യിൽ ആ ഒരു ക്രിസ്റ്റൽ കൊടുക്കണം, എങ്കിൽ മാത്രമാണ് അയാൾക്ക് ഇത് കിട്ടുള്ളൂ എന്ന് മേയറിന് മനസ്സിലായി. പിറ്റേ ദിവസം സ്കൂളിലോട്ട് പോയപ്പോൾ കുറേ പിള്ളേരും നമ്മുടെ ടോമിനെയും ഫേയെയും വോൾഫിനെയും കളിയാക്കുകയാണ്. കാരണം അവരുടെ പവർ അവർക്ക് കൃത്യമായിട്ട് ഇതുവരെയും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവർ 3 പേരും ഈ സ്കൂളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു. ഇവർ 3 പേരും 3 സമയത്താണ് വരുന്നത്, പക്ഷെ കാട്ടിൽ വെച്ച് അവര് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അവര് ഒരു ട്രോൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവര് ഈ ഒരു സിറ്റിയിലേക്ക് കയറുന്നത് ആ ഒരു പാലം കടന്നിട്ടാണ്. അവിടെ എത്തുമ്പോൾ ഇവരെ ഫോളോ ചെയ്ത് ഒരു കറുത്ത ഹുഡി ഇട്ട ഒരാള് പിറകെ പോകുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഈ ട്രോള് കടക്കാനായപ്പോഴേക്ക് നമ്മുടെ ക്വാസിമോട്ടോ എന്ന ആള് ഇവരുടെ മുന്നിലേക്ക് വരികയാണ്. ശേഷം നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പവേഴ്സ് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും ഞങ്ങളെ കളിയാക്കുക എന്ന് ഇവർ മറുപടി പറഞ്ഞു. ക്വാസിമോട്ടോ അന്നേരം ഒരു ബുക്ക് എടുക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 പിള്ളേരാണ് നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഈ സിറ്റിയിൽ തന്നെയുള്ള ദുഷ്ടശക്തികളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോകുന്നത്. ആ 3 പേര് നിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസം വരാതെ ടോം ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ക്വാസിമോട്ടോ ഒരു ഭീകരൻ ട്രോളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവര് ആ ട്രോളിനെ കണ്ട് പേടിച്ചു പോകുന്നുണ്ട്. ട്രോൾ ഇവരെ പേടിപ്പിക്കുന്നത് കണ്ടപ്പോഴേക്ക് ആ കറുത്ത ഹുഡിയിട്ട ആള് വന്നിട്ട് ഈ ട്രോളിനോട് അടങ്ങിയിരിക്കാൻ പറയാണ്. ശേഷം ഈ കുട്ടികളെയും കൊണ്ട് നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. ആ പുള്ളിയുടെ പേര് ഹനഫൽ എന്നാണ്. പുള്ളി ഒരു മജീഷ്യൻ ആണ്, ഇവരുടെ സ്കൂളിൽ തന്നെ ക്ലീനിങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹനഫൽ ഇവരോട് പറയുന്നുണ്ട്, നേരത്തെ ആ ട്രോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്, നിങ്ങളാണ് ഈ ഒരു സിറ്റിയെ രക്ഷിക്കാൻ പോകുന്നത്. അതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള തുറക്കപ്പെടാത്തൊരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയിട്ട് ഒരു പുസ്തകമുണ്ട്, ദ ബുക്ക് ഓഫ് ഓൾ നോളജ്. ആ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയാണ്.
ഇത് കേട്ടതും നമ്മുടെ ഈ 3 കുട്ടികളും അവരുടെ സ്കൂളിലുള്ള ആ തുറക്കപ്പെടാത്ത ലൈബ്രറിയിലേക്ക് കടക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന് അവിടെ കാവലിരിക്കുന്നത് ഒരു കറുത്ത ചെന്നായി ആയിരുന്നു. അപ്പൊ ആ കറുത്ത ചെന്നായിയെ മറികടന്ന് വേറെയും കുറച്ച് ട്രാപ്പുകൾ മറികടന്ന് വേണം ഇവർക്ക് പോവാനായിട്ട്. വോൾഫ് ഒരു വെയർവോൾഫ് ആയതുകൊണ്ട് ഈ ചെന്നായിയോട് അവൻ സംസാരിച്ചിരിക്കുകയാണ്. ആ തക്കത്തിന് ചെന്നായിയുടെ കണ്ണുവെട്ടിച്ച നമ്മുടെ ടോമും ഫേയും കൂടെ ലൈബ്രറിക്ക് അകത്തേക്ക് കടക്കുന്നുണ്ട്. അകത്തേക്ക് പോയവര് വലിയൊരു ഗർത്തമാണ് കാണുന്നത്. അങ്ങനെ ഈ ഗർത്തം എങ്ങനെ ചാടിക്കടക്കും എന്നാലോചിച്ച് നമ്മുടെ ഫേ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ടോം അവന് വവ്വാലുകളുടെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. അവൻ അങ്ങനെ വവ്വാലുകളുടെ ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് പടികൾ അവിടെയുണ്ട്. അങ്ങനെ ആ പടികൾ കണ്ടപ്പോൾ നമ്മുടെ ടോം ഫേയും കൊണ്ട് ഈ പടികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് പുസ്തകം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവര് എത്തിപ്പെടുകയാണ്. പക്ഷെ പുസ്തകം വളരെ ഉയരത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫേ ഒരു ഫെയറിയാണ്. അപ്പൊ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവളുടെ ശക്തി. എന്നാലും അവളൊന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും മുകളിലുള്ള ആ ഒരു പുസ്തകം ഇവര് എടുക്കുകയാണ്. ശേഷം അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്ക് ഇവിടെ നിന്നുള്ള ശബ്ദവും മറ്റും കേട്ട് വോൾഫിന് കാര്യം മനസ്സിലായി. വോൾഫ് ഇവരെ പിടികൂടാൻ വന്നു. എന്നാൽ ഈ കുട്ടികൾ അവരുടെ 3 പേരുടെ പവേഴ്സും എങ്ങനെയൊക്കെയോ ഉപയോഗിച്ചിട്ട് വോൾഫിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശേഷം അവർ ആ പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മേയറും അസിസ്റ്റന്റും ഈ കുട്ടികൾ പുസ്തകം വായിക്കുന്നത് മായ കണ്ണാടിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ടോമിന്റെ കയ്യിലുള്ള ക്രിസ്റ്റൽ എനിക്ക് വേണം എന്ന് മേയർ അസിസ്റ്റന്റിനോട് പറയാണ്. ഇവര് 3 പേരും ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലായത് ലൂസിഫർ എന്ന് പറയുന്ന ഒരു ആൻഷ്യന്റ് പണ്ട് കാലത്ത് ഒരു രാക്ഷസനുണ്ട്. അപ്പൊ അയാൾ എപ്പോഴും, അതായത് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പണ്ട് കാലത്തുള്ള ആ ദുഷ്ടജീവികളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, മനുഷ്യന്മാരെ ഈ മോൺസ്റ്റേഴ്സ് ഭരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 3ാമത്തെ മണി അടിക്കുമ്പോഴാണ് അയാളുടെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അയാൾക്ക് ബ്ലഡ് ഫ്രാഗ്മെന്റിന്റെ ഒരു വലിയ ക്രിസ്റ്റൽ ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ഈ ഒരു ലൂസിഫർ ആരാണെന്ന് മനസ്സിലാവാൻ പാകത്തിന് അതിലൊരു പേജ് ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് മേയറിന്റെ അസിസ്റ്റന്റ് ഈ 3 കുട്ടികളുടെ ദേഹത്തേക്ക് ഒരു സ്പെല്ല് പ്രയോഗിക്കുന്നുണ്ട്. അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിപരീതമായിരിക്കും ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നത്. അങ്ങനെ ടോം അച്ഛനോട് പോയിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഒരു ക്രിസ്റ്റൽ ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന്. പക്ഷെ അച്ഛൻ കേൾക്കുന്നത് ഈ ക്രിസ്റ്റൽ മേയർ ചോദിച്ച പോലെ കൊടുക്കുക എന്നുള്ള മട്ടാണ്. ഈ 3 കുട്ടികളും പരസ്പരം ഫോണിൽ വിളിച്ച് ഇങ്ങനൊരു പ്രശ്നം നമുക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ലൂസിഫർ ആരാണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ വിചാരിക്കുകയാണ്. അന്ന് രാത്രിയിൽ ടോം വീണ്ടും ഈ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ എത്രത്തോളം ഈ പുസ്തകം എടുത്ത് വായിക്കുന്നു അതിനനുസരിച്ച് അവന്റെ അടുത്തുള്ള ആ ക്രിസ്റ്റൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പുസ്തകത്തിൽ പറഞ്ഞ പ്രകാരം ഈ ലൂസിഫർ അവിടെയുള്ളൊരു ഹാളുണ്ട്, ആ ഹാളിൽ വെച്ചാണ് ഈ മിഷൻ കംപ്ലീറ്റ് ആക്കുക. അപ്പൊ പിറ്റേ ദിവസം ടോം പോയിട്ട് അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ആ മിഷൻ കംപ്ലീറ്റ് ആകാൻ പോകുന്ന ഹാളില്ലേ, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്റ്റലിന്റെ ആ ഒരു വലിയ ക്രിസ്റ്റൽ രൂപം എന്താണെന്ന് മനസ്സിലാക്കാം, അവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടും എന്നൊക്കെ പറയാണ്. ഇവർ 3 പേരും അങ്ങനെ ആ ഹാളിനടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ CCTVയിൽ പതിയാതെ അകത്തേക്ക് കയറാൻ പറ്റുന്നത് ടോമിന് മാത്രമാണ്. അവൻ അകത്തേക്ക് പോയി. അപ്പൊ ഇവന്റെ ഒരു ക്രിസ്റ്റൽ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ അട്രാക്ട് ആവുന്നത് കാണുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ പോയപ്പോൾ അവിടെ വലിയൊരു ക്രിസ്റ്റൽ രൂപം കാണുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ടോമിന്റെ കയ്യിലുള്ള ഈ ക്രിസ്റ്റൽ. അവൻ അത് ടച്ച് ആവുന്നതിന് മുൻപേ അതുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്തേക്ക് ഈ ക്രിസ്റ്റൽ അവിടേക്ക് വന്നപ്പോഴേക്ക് നമ്മുടെ ടോമിന്റെ ബാഗ് ഓൾറെഡി പഴയ ബാഗിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റിന്റെ കമ്പ്യൂട്ടറും പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ടോം അവിടെ ക്രിസ്റ്റലുമായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായ ഈ അസിസ്റ്റന്റും മേയറും അവിടേക്ക് വന്ന് നോക്കുമ്പോഴേക്ക് ടോം അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോമിനെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് മേയർ പറയാണ്. ഞാൻ ഈ ക്രിസ്റ്റൽ ഒക്കെ ഉണ്ടാക്കിയത് ഓരോരുത്തരെ ഇല്ലാതാക്കിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച് ഇത്രയും വലിയൊരു ക്രിസ്റ്റൽ രൂപം ഞാൻ ഉണ്ടാക്കി. ഇനി ആ പയ്യന്റെ കൂടെ വേണമെന്ന് മേയർ പറയുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ ഈ ഒരു ക്രിസ്റ്റലിന്റെ പവർ കാരണം ഇവന്റെ ബാഗ് പഴയ മോഡലിലേക്ക് ആയതുപോലെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ പുസ്തകം ഇല്ലേ, അത് പണ്ടത്തെ പുതിയ എഡിഷൻ ആയിട്ട് മാറുകയാണ്. അതെങ്ങനെയാണോ അച്ചടിച്ചിരുന്നത് ആ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അത് വായിച്ചപ്പോൾ ഈ ഒരു ലൂസിഫർ എന്ന് പറയുന്നത് ഇവരുടെ മേയർ തന്നെയാണെന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ സൂര്യഗ്രഹണം നടക്കുന്ന അന്ന് 13ാമത്തെ ബെല്ല് അടിക്കുമ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ കൂടി ആ മേയറിന് ആവശ്യമുണ്ട്, ആ ക്രിസ്റ്റൽ രൂപം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് അയാളുടെ
ഫുൾ പവർ കിട്ടുകയും അതുപോലെ ഇപ്പൊ ഈ സിറ്റിയിൽ ജീവിക്കുന്ന നല്ലവരായി ജീവിക്കുന്ന മോൺസ്റ്റേഴ്സ് ഇല്ലേ, അവരെയൊക്കെ ദുഷ്ടന്മാരായിട്ട് ആക്കാനും പറ്റും. അതുപോലെ മറ്റ് ലോകത്തേക്ക് പോയിട്ടുള്ള ദുഷ്ട മോൺസ്റ്റേഴ്സിനെ കൊണ്ടുവരാനായിട്ടും പറ്റും. അപ്പൊ ഈ ഒരു ക്രിസ്റ്റലിന്റെ കഷ്ണം കിട്ടണമല്ലോ. ടോം ഇവിടെ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. ടോം അങ്ങനെ ഫ്രണ്ട്സിനെ കൂട്ടി ഈ സിറ്റിയിൽ നിന്ന് തന്നെ പോവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ക്വാസിമോട്ടോ ഇത്തവണയും അവരെ വന്ന് തടഞ്ഞു. പക്ഷേ ലൂസിഫർ അവന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് നിങ്ങൾ പോകുവാണെങ്കിൽ പൊക്കോ, പക്ഷെ ഫേ എന്ന നിന്റെ സുഹൃത്തിലെ അവളെ ഇനി നീ കാണില്ല എന്ന് പറയാണ്. അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് ഈ ലൂസിഫർ ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. ഫേയെ രക്ഷിക്കാനായിട്ട് ടോമിനും വോൾഫിനും അയാളുടെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വരികയാണ്. ഇവരങ്ങനെ നേരെ ആ ഒരു ഹാളിലേക്ക് പോകുന്നുണ്ട്. അവിടെ സൂര്യഗ്രഹണമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഈ സൂര്യഗ്രഹണം കഴിയുന്നതിന് മുൻപായിട്ട് ഈ മിഷൻ ഇയാൾക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ടോം അങ്ങനെ ആ ക്രിസ്റ്റൽ എടുത്തിട്ട് നേരെ മേയർക്ക് കൊടുക്കുകയാണ്. മേയർ ആണെങ്കിൽ ഈ സിറ്റിയിലെ എല്ലാ ആൾക്കാരെയും ഈ ഒരു ഹാളിനെ ചുറ്റിനും നിൽക്കാനായിട്ട് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റലിന്റെ പവർ കൊണ്ട് എനിക്ക് ഫുൾ പവർ കിട്ടും എന്നൊക്കെ പറയാണ് ഇയാളത് ഘടിപ്പിച്ചതും ഈ ക്രിസ്റ്റൽ വല്ലാതെ തിളങ്ങാനായിട്ട് ആരംഭിക്കുകയാണ്. ശേഷം നല്ല ചുമന്ന വെളിച്ചം എല്ലായിടത്തേക്കും വരുന്നുണ്ട്. 13ാമത്തെ ബെല്ലും അടിച്ചു. പക്ഷെ നിർഭാഗ്യവശാല് പെട്ടെന്ന് നമ്മുടെ ടോമിന്റെ ക്രിസ്റ്റല് അതിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് പോവാണ്. അപ്പൊ അതെന്താ കാര്യം എന്ന് ഈ ഒരു മേയർക്ക് മനസ്സിലായില്ല. അത് നമ്മുടെ ടോമിന്റെ കളിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവന്റെ ക്രിസ്റ്റല് മാസ്റ്റർ ആരാണോ ആ മാസ്റ്റർ ഒരാൾക്ക് കൊടുത്താൽ മാത്രമാണ് അത് അയാളുടെ അടുത്ത് നിൽക്കുള്ളൂ. ടോം ഇവിടേക്ക് വരുന്നതിന് മുൻപേ ഈ ക്രിസ്റ്റലിന്റെ മാസ്റ്റർ ആക്കിയിട്ട് ഹനഫെല്ലിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്രിസ്റ്റൽ ടോം കൊടുത്തെങ്കിൽ കൂടെ അത് ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് നേരെ ഹനഫെല്ലിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. തന്നെ ഈ ടോം ചതിച്ചു എന്ന് മനസ്സിലായ മേയർക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. പിന്നീട് ടോമിനെയും ഫ്രണ്ട്സിനെയും മേയർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വോൾഫിന് ഇപ്പോഴും അവന്റെ പവർ പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ഫേയും ടോമും അവരുടെ പവേഴ്സ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോം വോൾഫിനെ ഈ ഒരു മേയർ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ഇവന്റെ ദേഹത്തേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് പതിപ്പിക്കാനായിട്ട് മേയർ നോക്കിയെങ്കിലും അത് ക്രിസ്റ്റലിന്റെ ദേഹത്ത് കൊണ്ടിട്ട് ആ ക്രിസ്റ്റലിൽ നിന്ന് അത് പ്രതിഫലിച്ച് ഇയാളുടെ അടുത്തേക്ക് വരികയാണ്. ഇയാളൊരു ക്രിസ്റ്റലായി അവസാനം അത് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സിറ്റിയിലെ ദുഷ്ടശക്തികളെ മുഴുവനായിട്ട് ഈ 3 സുഹൃത്തുക്കളും ഇവിടെ നിന്ന് പായിപ്പിച്ചു. പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ ടോമിനടുത്തേക്ക് ഹനഫൽ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് കൊടുത്തിരുന്ന ആ ഒരു ക്രിസ്റ്റല് ടോമിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ശേഷം നീ ഇത് ഉപയോഗിച്ച് ഇവിടെയുള്ള ഇനി വരാൻ പോകുന്നതായിട്ടുള്ള സകല ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കൂ എന്ന് പറയുന്നു. ഈ 3 കൂട്ടുകാരും അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് 2020 പുറത്തിറങ്ങിയ ദ മാജിക് കിഡ്സ് 3 അൺലൈക്ലി ഹീറോസ് എന്ന ഈ ഒരു അടിപൊളി മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ എൻഡിങ്ങില് മറ്റൊരു മൂവിയിലേക്കുള്ള കണക്ഷൻ കൂടിയുണ്ട്. മേ ബി സെക്കൻഡ് മൂവി വരാനായിട്ടുള്ള സാധ്യതയുണ്ടാവും. ഈ ഒരു സിനിമ നമ്മൾ ശരിക്കും ഹാരി പോട്ടർ കണ്ടവർക്കറിയാം. ഹാരി പോട്ടർ ലൈറ്റ് ആണല്ലേ, അതിലുള്ള സകല കാര്യങ്ങളും സകല റെഫറൻസും നമുക്ക് ഹാരി പോട്ടറിലാണുള്ളത്. അപ്പോൾ ഹാരി പോട്ടറിന്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്നേ പറയാൻ പറ്റൂ. സെക്കൻഡ് മൂവി ആണെങ്കിലും മിക്കവാറും ഇത് ഹാരി പോട്ടർ ഫസ്റ്റോ സെക്കൻഡോ അതിന്റെ ഏതിന്റെയോ റെഫറൻസ് ആണ്. അപ്പോൾ തുടർന്ന് നമുക്ക് ഇത് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തെങ്കിലും പോരായ്മകളോ മനസ്സിലാവാത്തതായിട്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമന്റ് ബോക്സ് വഴി നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളണോ എന്നില്ല. അപ്പം നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതിൻ്റെ ആ ഒരു എമൗണ്ട് കൂടത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തോത് കിട്ടത്തുള്ളൂ. സജഷൻസ് കുറവായിട്ട് അല്ലെങ്കിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം മറക്കാതെ വീഡിയോസ് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.